ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് ബി.ജെ.പി. നേതാക്കൾ. കേന്ദ്രമന്ത്രി വി. മുരളീധരൻ തിരുവനന്തപുരം ലത്തീൻ തിരുപതി ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോവുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദപരമായ സന്ദർശനം മാത്രമാണെന്നാണ് മന്ത്രി പറഞ്ഞത്. നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ സാധാരണമായിട്ടൊരു സൗഹൃദ സന്ദർശനം, അതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യമില്ല. ഇപ്പോൾ വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്ത്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ക്രൈസ്തവ വിഭാഗത്തെ ബി.ജെ.പിയോട് കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി ഈസ്റ്റർ ദിനത്തെ ഉപയോഗിക്കുകയാണ് ബി.ജെ.പി. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസികളുടെ വീടുകളിലുമൊക്കെ തന്നെ സന്ദർശനം നടത്തിക്കൊണ്ട്, അതൊരു ജനസമ്പർക്ക പരിപാടി നടത്തിക്കൊണ്ട് ബി.ജെ.പിയോട് കൂടുതൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ ഒരു സന്ദർശനങ്ങളൊക്കെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ലത്തീൻ രൂപത ബിഷപ്പ് തോമസ് നെറ്റോയെ കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ സന്ദർശിച്ചു. വെള്ളയമ്പലത്തെ ബിഷപ്പ് ഹൗസിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച നടന്നത്. അതോടൊപ്പം തന്നെ പി.കെ. കൃഷ്ണദാസ്, ബി.ജെ.പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് എ.പി. അബ്ദുള്ളക്കുട്ടി എന്നിവർ രാവിലെ തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെയും കണ്ടിരുന്നു. നേരത്തെ ഈ റബ്ബറിന് 300 രൂപയാക്കുമെങ്കിൽ ബി.ജെ.പിക്ക് ഒരു MBA നൽകും എന്നുള്ള പ്രഖ്യാപനം പാംബ്ലാനി നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആണ് ഇപ്പോൾ പാംബ്ലാനിയെ വീണ്ടും ബി.ജെ.പി നേതാക്കൾ കാണുകയും ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സന്ദർശനത്തിന് പിന്നിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല. ഈസ്റ്റർ ദിനത്തിന്റെ സന്ദേശം അല്ലെങ്കിൽ ഈസ്റ്റർ ദിനത്തിന്റെ ആശംസ നേരുന്നതിന്റെ ഭാഗമായുള്ള ഒരു സന്ദർശനം മാത്രമാണിതെന്നാണ് ബി.ജെ.പി നേതൃത്വം വിശദീകരിക്കുന്നത്. ഈ മതമേലധ്യക്ഷന്മാരെ കൂടാതെ പാർട്ടി നേതാക്കന്മാർ മറ്റ് ക്രൈസ്തവ ഗൃഹങ്ങളിലും ഈ നിലയിൽ സന്ദർശനം നടത്തുന്നുണ്ട്. നേരത്തെ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലെത്തിയപ്പോൾ എല്ലാ ക്രൈസ്തവ ഗൃഹങ്ങളിലും ഈസ്റ്റർ ദിനത്തിൽ ബി.ജെ.പി പ്രവർത്തകർ സന്ദർശനം നടത്തണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ആ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഇത്തരമൊരു ഗൃഹസന്ദർശന പരിപാടി മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞത്, ഈസ്റ്റർ ദിനത്തിൽ ഈ ക്രൈസ്തവ ഗൃഹങ്ങളിൽ പോയി അവിടെ ആ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ശേഷം വിഷു ദിനത്തിൽ ഈ ക്രൈസ്തവരെ സ്വന്തം വീടുകളിലേക്ക് ബി.ജെ.പി പ്രവർത്തകർ ക്ഷണിക്കണമെന്നും ആ ആഹ്വാനത്തിൽ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർദ്ദേശിച്ചിരുന്നു. ശരത്ത്, ഒപ്പം തന്നെ ഈ ക്രൈസ്തവരെ കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് ബി.ജെ.പി ഇത്തരത്തിലൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ വികാരിമാരെ പോലും ബൂത്ത് തലത്തിൽ കാണുന്നതിലൂടെ ബി.ജെ.പി ലക്ഷ്യമിടുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിനെ തന്നെയാണോ ബി.ജെ.പി ലക്ഷ്യമിടുന്നത്? അജി, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിന് വളരെ അധികം സ്വാധീനമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വരെ ബി.ജെ.പിക്ക് ശക്തമായ വേരുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ സർക്കാരുകൾ രൂപീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതേ രീതിയിൽ ന്യൂനപക്ഷ സ്വാധീനമുള്ള കേരളത്തിൽ ഒരു തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കാനും ബി.ജെ.പിക്ക് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന ന്യൂനപക്ഷ വിഭാഗം എന്നുള്ള നിലയിൽ ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഈ ഒരു നീക്കം നടത്തുന്നത്. നേരത്തെ തന്നെ പല വേദികൾ ഈ ക്രൈസ്തവർക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളത് ബി.ജെ.പി ഉദ്ദേശിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ക്രൈസ്തവരുടേതായ ഒരു പാർട്ടി എന്നുള്ള ആലോചന അത് കുറച്ച് നാളുകളായി ഈ ബി.ജെ.പിയുടെ മനസ്സിലുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ ഇപ്പോഴും സജീവമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, അത് ഒരു തെരഞ്ഞെടുപ്പ് നേട്ടം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി വളരെയധികം പ്രതീക്ഷയോടുകൂടി കേരളത്തിൽ ഒരു സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പറ്റും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കരുനീക്കങ്ങൾ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നിലവിലെ സാഹചര്യത്തിൽ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ ബി.ജെ.പിക്കുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടുതൽ മത സാമുദായിക വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഒന്നടങ്കം ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന, ബി.ജെ.പിക്ക് ഒന്നടങ്കം ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഭാഗം അത് ക്രൈസ്തവ വിഭാഗമാണ് എന്നതാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. ഈ ലവ് ജിഹാദ് വിഷയത്തിലൊക്കെ തന്നെ ബി.ജെ.പി സ്വീകരിക്കുന്ന നിലപാടിനോട് ചേർന്ന് പോകുന്ന സമീപനം ഒരു വിഭാഗം ക്രൈസ്തവ നേതാക്കൾ പങ്കിടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ക്രൈസ്തവ വിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആ ഒരു വോട്ടിലേക്ക് കടന്നുകയറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കരുനീക്കങ്ങൾ ബി.ജെ.പി ഊർജിതമാക്കുന്നത്.
ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ സന്ദർശിച്ച് BJP നേതാക്കൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ശരത് കെ ശശി.